നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാന്റെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള മേജർ ജനറൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. അദ്ദേഹം അധികാരമേറ്റതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു. വെറും 4 ദിവസമാണ് അദ്ദേഹത്തിന് ആ അധികാര പരിധിയിൽ ഉണ്ടാകുവാൻ സാധിച്ചത് എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം അതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിലേക്ക് തുടരെ മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതിൽ മൊസാദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നത് ആ കെട്ടിടത്തിന് മൊസാദിന്റെ ആസ്ഥാന മന്ദിരത്തിന് സമീപത്തായിട്ടാണ് മിസൈൽ വന്ന് പതിച്ചത്. മറ്റു ചില വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് മൊസാദ് ആസ്ഥാനത്തിന് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന രീതിയിലൊക്കെ. അങ്ങനെ പലതരത്തിൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. പക്ഷെ ശക്തമായ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളും വിശകലനങ്ങളും മാധ്യമങ്ങളിൽ നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇറാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മൊസാദ് അതിന്റെ ഫുൾ പവറിൽ, അതിൽ സർവ്വശക്തിയുമായി നിൽക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ യുദ്ധം വിജയിക്കുവാൻ ഇറാനെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം ഇറാനിൽ അത്രത്തോളം മൊസാദിന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് വാസ്തവം. മിക്കപ്പോഴും ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ വാസസ്ഥലങ്ങൾ ഉൾപ്പെടെ മൊസാദ് IDF-ന് ഇസ്രായേലി പട്ടാളത്തിന് കൈമാറുന്നു. അതുപയോഗിച്ചാണ് വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് ഇസ്രായേലിന് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് കൊല്ലുവാൻ കഴിയുന്നത്. അതാണ് വലിയ ചർച്ച ഇപ്പോൾ മാധ്യമങ്ങളുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ അതുപോലുള്ള ആയുധ സംഭരണികളോ ഒക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചർച്ച ലോകമാധ്യമങ്ങളിൽ നടക്കുകയാണ്. കാരണം അതൊക്കെ ഭൂമിയുടെ അടിയിലാണ്. അത്രത്തോളം ഒരു ആയുധ ബലം ഇസ്രായേലിനുള്ളതായി ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾ. ഒരുപക്ഷെ അമേരിക്കയുടെ പിൻബലത്തോടെ മാത്രമേ ഈ ആണവായുധങ്ങളോ അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ സിറ്റികളെയൊക്കെ ഭൂമിക്കടിയിലുള്ളത് തകർക്കുവാൻ ഇസ്രായേലിന് കഴിയൂ എന്ന ഒരു നിഗമനവും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ മൊസാദ് അത് ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം ഇറാന് ഈ യുദ്ധത്തിൽ എന്തെങ്കിലും നേടുവാൻ കഴിയും എന്ന് ലോകം കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ കണ്ണിങ് ആയിട്ട് ഇറാൻ ഇപ്പോൾ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിക്കുന്നത് എന്നൊരു വിശദീകരണവും വിശകലനവും മാധ്യമങ്ങൾ നിറയുകയാണ്. കാരണം ഈ ശൃംഖല ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്നത്, മൊസാദിന്റെ ആസ്ഥാനത്ത് നിന്നാണ് നിയന്ത്രിക്കുന്നത്. ആ ആസ്ഥാനം തകർക്ക വഴി ഇറാനിലുള്ള മൊസാദിന്റെ ശൃംഖലയുമായിട്ടുള്ള ഒരു വാർത്താവിനിമയം അഥവാ ഒരു കണക്ഷൻ, ആ ശൃംഖല നഷ്ടപ്പെടുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചത് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം നടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ കണ്ടതാണ്. ഇറാനിൽ കടന്നു കയറിയാണ് മൊസാദ് ആ ഓപ്പറേഷൻ നിർവഹിച്ചത്. ഇറാനിൽ കടന്നു കയറിയ മൊസാദ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി അത് നിർവീര്യമാക്കിയതിനു ശേഷമാണ് തുടർന്ന് വന്ന ഇസ്രായേലിന്റെ ജെറ്റ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ ആക്രമണം നടത്തുകയും ഇറാന്റെ ടോപ്പ് ലെവലിലുള്ള ആർമി ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വധിക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ അവിടെ നിന്ന് ഈ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയ അതേ സ്ഥലത്ത് നിന്നാണ് കുറച്ചധികം ഇസ്രായേലി ചാരന്മാരെ, മൊസാദിന്റെ ചാരന്മാരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് പണിഷ്മെന്റ് ഒക്കെ വിധിക്കുകയും ചെയ്തത്. അപ്പോൾ ഇറാന് മനസ്സിലാകുകയാണ് ഈ മൊസാദ് അതിന്റെ ഫുൾ പവർ നിൽക്കുന്ന സമയത്തോടത്തോളം കാലം തങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിക്കുവാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ മൊസാദിന്റെ ആസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളിലേക്ക് വരുന്ന വിലയിരുത്തൽ. പക്ഷേ മൊസാദിന്റെ ആസ്ഥാനത്ത് മിസൈൽ പതിച്ചു എന്നും പതിച്ചില്ല എന്നുമുള്ള 2 തരത്തിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.